ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഈ 2026 ഒരുപാട് നോട്ടിഫിക്കേഷൻസുകളുമായിട്ട് PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു 31 ഡേറ്റുകൾ, ഡിസംബർ 30-31 ഡേറ്റുകളിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ അവസാന ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4 അപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ ഉണ്ട്. എല്ലാ ബ്രാഞ്ചുകാർക്കും, സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കൽ ബ്രാഞ്ചുകാർക്കും ഒക്കെ നോട്ടിഫിക്കേഷൻസുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് നമുക്ക് ടെക്നിക്കൽ നമ്മുടെ ITI, ഡിപ്ലോമ, ബിടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ പെട്ടെന്ന് അങ്ങ് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഓരോ ബ്രാഞ്ചുകാർക്കുള്ളതും ഓരോ പോസ്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ വീഡിയോസ് വരും. അപ്പൊ നിങ്ങൾക്ക് കുറെ ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ ക്വാളിഫിക്കേഷൻസുകളാണ് ഈക്വാലന്റ് വരുന്നത്, ഏതൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, അതൊക്കെ നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോസ് കണ്ടിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അതിന്റെ കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ എലിജിബിൾ ആണോ ഇന്നെലിജിബിൾ ആണോ നോക്കുക. ഇന്നെലിജിബിൾ ആണെങ്കിൽ എന്താണ് കാരണം നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തുകൊണ്ട് ഇന്നെലിജിബിൾ ആയി, അല്ലെങ്കിൽ ഏത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം, നമ്മൾ ഈക്വലന്റ് കൊടുക്കുമ്പോൾ ഏത് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ റിപ്ലൈ തരാം. അതിന്റെ കൂടെ തന്നെ ഓരോ പോസ്റ്റിന്റെ ഡൗട്ട് വരുന്ന പോസ്റ്റുകളുടേതും അതുപോലെ ഓരോ ബ്രാഞ്ചുകാർക്കും ഏതൊക്കെയാണ് എക്സാം എന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോസും ഈ ചാനലിൽ ബാക്കിൽ വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് ആ പുതിയ വന്ന ഗസറ്റഡ് ഡേറ്റുകളിൽ 30-31 ഉണ്ട്. ഞാൻ 31 എടുത്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 30-31 ഡേറ്റുകളിൽ PSC വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസുകളാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, എന്ത് മറന്നാലും ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്. ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 4 രാത്രി ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ അവസാനം വരെ വീഡിയോ കാണണം. ഞാൻ ആ കാറ്റഗറി നമ്പറിന്റെ ഓർഡറിൽ, അതല്ലാതെ പോസ്റ്റിന്റെ വാക്കൻസിന്റെ ഓർഡറിൽ അല്ലെങ്കിൽ ഇന്ന ബ്രാഞ്ചുകാരുടെ ആദ്യം അങ്ങനെയൊന്നല്ല എടുത്തിട്ടുള്ളത്, കാറ്റഗറി നമ്പറിന്റെ ഓർഡറിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ എക്സാം ചിലപ്പം വരുന്നത് അവസാനമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പൊ ഫസ്റ്റ് വന്നത് ഇതാണ് വരുന്നത്. ഏതാണ്? കാറ്റഗറി നമ്പർ 613/2025 ലീഗൽ മെട്രോളജി. ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഡിപ്പാർട്ട്മെന്റ് ഏതാ? ലീഗൽ മെട്രോളജി. പോസ്റ്റ് ഏതാണ്? ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. അതിന്റെ വേക്കൻസി കൊടുക്കുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇത് നമുക്ക് ബിടെക് കഴിഞ്ഞ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം. കണ്ടോ, നമ്മൾ എല്ലാവർക്കും വേക്കൻസി ഉണ്ട്. നല്ല അടിപൊളി യൂണിഫോം പോസ്റ്റ് ആണ്. അതായത് നല്ല ഒരു നിലയൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ലീഗൽ മെട്രോളജിയിൽ. നിങ്ങൾക്കറിയാം, പൊതുവെ എല്ലാ ഇൻസ്പെക്ടർ പോസ്റ്റുകളും എന്താണ്, അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്, നല്ല പേയ്മെന്റ് ആണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബിടെക് ഏത് ബിടെക്, ഏത് ബ്രാഞ്ചിൽ ബിടെക് കിട്ടിയോട്ടെ. അതുപോലെ സയൻസുകാർക്കും പറ്റും, BSc സയൻസുകാർക്കും പറ്റും, ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ അവർക്ക് ടെക്നിക്കൽ ഫീൽഡിലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, എന്നാൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യും. ബിടെക്കാർക്ക് എക്സ്പീരിയൻസ് വേണ്ട, പക്ഷെ എന്ത് ചെയ്യണം, ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് കാറ്റഗറി നമ്പർ. അപ്പൊ നമ്മളെ ഡീറ്റെയിൽസുകൾ, നിങ്ങൾ ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ടോ ആ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടോ നോക്കുക. നമ്മളിപ്പോ ഇവിടെ കാറ്റഗറി നമ്പറുകളും എക്സാംസുകളും പറഞ്ഞുതരാം. അടുത്ത കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്തോ. 696/2025 സോയിൽ സർവേ, സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് അല്ലെ. AE പോസ്റ്റ് ആണ്. നിങ്ങൾ നോക്കണോ, പേ നോക്ക്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് ആ പേ കിട്ടാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അപ്പൊ ഇത് വരുന്നത് സിവിൽ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സിനാണ് സോയിൽ ഡിപ്പാർട്ട്മെന്റിൽ AE എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ബിടെക് സിവിൽ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ബിടെക് അഗ്രികൾച്ചറിൽ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. നമ്മുടെ പുതിയ ടാർഗറ്റ് AE സിവിൽ 2.0 ഓൺലൈൻ ബാച്ച് ഈ വരുന്ന ജനുവരി 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മൂന്നാമത് വരുന്നതാണ് കാറ്റഗറി നമ്പർ 697/225 ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനുള്ളതാണ്. ഇതും ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് പേയ്മെന്റ് കാണുമ്പോൾ മനസ്സിലാവും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ആൻഡ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന്റെ ഈക്വാലന്റ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഈക്വാലന്റ് ആണ്. അപ്പൊ മെക്കാനിക്കൽ AE എക്സാംസുകൾക്ക് അല്ലെങ്കിൽ ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സൈലത്തിന്റെ ടർബോ മെക്കാനിക്കൽ ബാച്ച് ഉണ്ട്. അപ്പൊ ആദ്യം തുടങ്ങിയ ബാച്ച് ഓൾമോസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ച് നമ്മൾ ഉടനെ തന്നെ ഡേറ്റ് തുടങ്ങും. അപ്പൊ നിങ്ങൾ ആ പുതിയ ഡേറ്റ് അറിയാൻ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ടർബോ 2.0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ നമ്പർ എത്ര? നാലാമത്തെ ഏതാ?
നാലാമത്തത് വരുന്ന ഇതാണ് കാറ്റഗറി നമ്പർ 706/2025 706/2025 നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെ, മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയേഴ്സ് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഒരുപാട് വേക്കൻസിയോട് കൂടിയിട്ട് എല്ലാ തവണയും റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒന്നാണ് ഈ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സിവിൽ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കാണ്. സിവിൽ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കാണ്. അപ്പോ KWയുടെ മാത്രം ബാച്ച് ആയിട്ടും ഉടനെ തന്നെ എന്ത് ചെയ്യും, സൈലം ആരംഭിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ അഞ്ചാമത്തത് കാറ്റഗറി നമ്പർ 724/2025 724/2025 ആണ്. ആർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഗ്രേഡ് 1 ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ. ഓക്കെ, ഗ്രേഡ് 1 ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അപ്പോൾ ഇതും വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രേഡ് 1 ആയതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ്. സിവിലാർക്ക് മാത്രമല്ല കേട്ടോ, സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ്. അപ്പൊ ഈ വർഷം 2026 ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. ഒരുപാട് ഓവർസിയർ എക്സാം ആണ് വരാൻ പോകുന്നത്. വെറുതെ പറഞ്ഞല്ല, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് 4ഓളം ഓവർസിയർ എക്സാംസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസുകളിലൊക്കെ നമുക്ക് ഓവർസിയർ എക്സാംസുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പൊ നമ്മൾ ഈ വരാൻ പോകുന്ന എല്ലാ ഓവർസിയർ എക്സാംസുകൾക്കും സൈലത്തിന്റെ മിഷൻ ഓവർസിയർ 3.0 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് ജനുവരി 2 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സുകളാണ് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ. അത് നമ്മൾ അടുത്ത് പറയാം അല്ലെ, നമ്മൾ 5 വരെ നമ്മൾ പറയാറോ. ഓക്കെ, ആറാമത്തെ വരുന്നതാണ് കാറ്റഗറി നമ്പർ 725/2025 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ഡ്രോട്ട്സ്മാൻ സിവിൽ ആണ്. വേക്കൻസി ഒന്നേ കൊടുത്തില്ല, നിങ്ങൾ നോക്കണ്ട, ചിലപ്പം കൂടും, അത് കറന്റ് വേക്കൻസി ആയിരിക്കാം. അപ്പോൾ ഡ്രോട്ട്സ്മാൻ സിവിൽ ആണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗും അതിന്റെ കൂടെ എന്ത് വേണം, 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പൊ ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിപ്ലോമ ബിടെക് സിവിൽ എഞ്ചിനീയേഴ്സിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ്പീരിയൻസിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ നോക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് വരും. അടുത്ത വരുന്നതാണ് കാറ്റഗറി നമ്പർ 735/2025 കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ അല്ലെ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. എനിക്ക് 5-6 വർഷത്തോളമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട് കഴിഞ്ഞ തവണത്തെ 600ന്റെ അടുത്ത് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുള്ളതാണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ITI ട്രേഡ് മുതൽ ബിടെക് വരെ, അതായത് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ബിടെക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ ആ കാറ്റഗറിയിൽ വരുന്ന ITI ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. സോ കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്തു, 735/2025. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്പറേറ്ററിന്റെയും പുതിയ ബാച്ച് 2.0 KW ഓപ്പറേറ്ററിന്റെ പുതിയ ബാച്ച് നമ്മൾ 22 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം വരെ നിൽക്കുന്ന ബാച്ചാണ്. 2499 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കവർ ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളിലൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടോ, ഇത്രയും ഈ ഒരു കോഴ്സിൽ തന്നെ അതിന്റെ കൂടെ 15% കൂടെ നിങ്ങൾക്ക് ജനുവരി 3 വരെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാം. അടുത്ത നമുക്ക് 8 അല്ലേ, നമ്പർ എത്രയാണോ? 7 നമ്മൾ പറഞ്ഞത്. എട്ടാമത്തെ വരുന്നത് കാറ്റഗറി നമ്പർ 737/2025 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വെൽഡർ പോസ്റ്റ് ആണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വെൽഡർ ആണ്. ITI വെൽഡർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അടുത്ത വരുന്നത് ഇതാണ് കാറ്റഗറി നമ്പർ 738/2025 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ മെക്കാനിക്കൽ അസിസ്റ്റന്റ്. വേക്കൻസി 4 ആണ് വരുന്നത്. അത് നമ്മുടെ ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ്, അതായത് ITI മെക്കാനിക്കൽ ആണ് അതിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ ഇത് വരുന്നുണ്ട് 2 ഇയർ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അടുത്ത പോസ്റ്റ് നമുക്ക് വരുന്നതാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ തന്നെ പവർ പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 739/2025. ഇനി ഓവർസിയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, പോവരുത്. ഓവർസിയറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് 739/2025. അപ്പൊ അതിന്റെ പറയുന്നത് ITI ഫിറ്റർ, അതുപോലെ ബോയിലർ അറ്റൻഡന്റ് സർട്ടിഫിക്കറ്റ് വേണം. അതിന്റെ കൂടെ 3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോ ഈക്വലന്റ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ നമ്പർ 11 കാറ്റഗറി നമ്പർ 741/2025 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ആണ്. അതായത് ഇലക്ട്രീഷ്യൻ, ITI ഇലക്ട്രീഷ്യൻ ട്രേഡ് ഉള്ളവർക്കും അതുപോലെ വയർമാൻ ലൈസൻസ് ഉള്ളവർക്കും 2 ഇയർ എക്സ്പീരിയൻസും അതിന്റെ കൂടെ വേണം. ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദെൻ 12ാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 742/2025 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ബോയിലർ അറ്റൻഡർ ആണ്. ITI ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള, അപ്പൊ നമ്മളെ ഡിപ്ലോമ മെക്കൊക്കെ
പറ്റും. അതിന്റെ കൂടെ ഇത് വേണം, നമുക്ക് ഇത് വേണം, ബോയിലർ അറ്റൻഡന്റ് സർട്ടിഫിക്കറ്റ് വേണം. ദെൻ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 13ാമത്തേതാണ്, കാറ്റഗറി നമ്പർ 7A58 അല്ലെ, കാറ്റഗറി നമ്പർ 158/2025. നമ്മുടെ ഡ്രോട്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ ആണ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് ആലിയഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. ഓക്കെ, അതായത് മെക്കാനിക്കൽ ഗ്രേഡ് 2 ഡ്രോട്സ്മാൻ ആണ്. മെക്കാനിക്കൽ ഗ്രേഡ് 2 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് ITI ആണ്. ITI ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എന്ത് ചെയ്യാം ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എ 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട് 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 14ാമത്തെ നമുക്ക് വരുന്നത് കാറ്റഗറി നമ്പർ 877/2027. ഓക്കെ, 2025 877/2025 ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സ്റ്റാർട്ടിംഗ് ലെവൽ പോസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചോദിക്കും. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ മൈനിങ് എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ധാൻബാദിലുള്ള മൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം, അതല്ലെങ്കിൽ ആ ഫീൽഡിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ഡ്രില്ലിംഗ് ആൻഡ് മൈനിങ് ഫീൽഡിൽ. ഓക്കെ, കാരണം അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ല, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഓൾറെഡി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഗൾഫിലൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മൈനിങ് ആൻഡ് ഇതിൽ, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അല്ലെ, ഒരുപാട് എനിക്കെന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഡ്രില്ലിംഗ് ആൻഡ് മൈനിങ് ഏരിയയിൽ ഗൾഫിലും പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മെക്കാനിക്കൽ അഗ്രികൾച്ചർ മൈനിങ് എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാം. കാരണം അതിൽ ആളുകളൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അടുത്ത് വരുന്നതാണ് ഏതാണ് വരുന്നത്, സിവിലാർക്ക് വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്, അല്ലെ, നമുക്ക് അത്യാവശ്യം വേക്കൻസിയിൽ വരുന്ന ഒന്നാണ്. നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ കാറ്റഗറി നമ്പർ എത്രയാണ്, നോട്ട് ഡൗൺ ചെയ്തോ, 882/2025. അപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഇത് വരുന്ന ഏതാണ്, ഗ്രേഡ് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൽ വരുന്നത് നമുക്ക് ഡിപ്ലോമ വരുന്നുണ്ട്. അതിന്റെ ഈക്വലന്റ് എന്ന് പറയുമ്പോൾ ബിടെക് വരും. അല്ലെങ്കിൽ എന്താണ് ITI ആണ് വരുന്നത്, 2 year കോഴ്സ് ITI ആണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞെന്താണ്, ITI ഡിപ്ലോമ ബിടെക് സിവിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സാധാരണ ഓവർസിയർ എക്സാം പോലെ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആ കുറെ പറഞ്ഞ കണ്ട് പേടിക്കണ്ട കേട്ടോ. ഡിപ്ലോമ ബിടെക് ITI ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ കുറച്ച് ട്രേഡ്സ്മാൻ പോസ്റ്റുകളുണ്ട്. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, അല്ലെ, നമ്മൾ IT ഫീൽഡിൽ ITI ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ട്രേഡ്സ്മാൻ മേഷനറി, ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി. അപ്പൊ നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോ ട്രേഡ്സ്മാൻ മേഷനറി ഒക്കെ ITI ഡിപ്ലോമ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് ഈക്വലന്റ് ആയിട്ട് കയറി നോക്കുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വീഡിയോയുടെ കമന്റിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ തരാം. അതുപോലെ തന്നെ കുറെ പോസ്റ്റുകളുടെ ഒക്കെ ആ സെപ്പറേറ്റ് വീഡിയോസ് തന്നെ എന്തായാലും വരും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അപ്ലൈ. അപ്പൊ നമുക്ക് നല്ലൊരു അവസരമാണ്. ഇപ്പൊ ഇത് മാത്രമല്ല, ഞാനിപ്പോ February 4 അവസാനം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ അതിന്റെ കുറച്ച് മുകളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് കാണാൻ പറ്റും, January 14 അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസ് ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക, അതും അപ്ലൈ ചെയ്യാൻ. ഇനി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് January 14 അതിന് മുമ്പ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലാർക്കൊക്കെ കുറെ ഗ്രേഡ് 2 സംഭവങ്ങൾ വരുന്നുണ്ട്, സിവിലാർക്ക് ഒരു ഓവർസിയർ വരുന്നുണ്ട്, ഇലക്ട്രിക്കലാർക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്. January 14 ഇത് എത്രയാണ്, February 4. ഓക്കെ, ഫെബ്രുവരി. അപ്പൊ ഇത് നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റിലാണ് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ളതും അതുപോലെ സ്പെഷ്യൽ റിസർവേഷനിലും കുറെ ഓവർസിയർ പോസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലം ടെക്നിക്കലിന്റെ കോഴ്സുകൾ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫീസിന്റെ കൂടെ തന്നെ ഓൾറെഡി നമ്മൾ കുറഞ്ഞ ഫീസിലാണ്, അതിന്റെ കൂടെ ഈ December 23 മുതൽ January 3 വരെ നിങ്ങൾക്ക് ക്രിസ്മസ് ഓഫറിൽ എന്ത് ചെയ്യാം, 15% ഓഫറോട് കൂടിയിട്ട് ആപ്പി 15 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് 15% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് സൈലം സൈലം ലേണിംഗ് ആപ്പിൽ നിന്ന് കയറി ടെക്നിക്കൽ എക്സാം സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ കോഴ്സുകൾ കാണാം. ആ കോഴ്സുകൾ സെലക്ട് ചെയ്ത് ഈ ഒരു കൂപ്പൺ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 15% ഓഫറോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതിന് വീണ്ടും പറയുന്നു, PSC നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് എന്താണ്, അത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, അതിന്റെ പ്രീവിയസ് സിലബസുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളും സംഘടിപ്പിക്കുക, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള നല്ലൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുക, പഠിച്ചു തുടങ്ങുക, എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, നല്ലൊരു റാങ്ക് നേടിയെടുക്കുക. ഈ 2026 എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള നമ്മൾ പഠിച്ച ഫീൽഡിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നതാവട്ടെ എന്ന് വിഷയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിതാ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ഈ പറഞ്ഞ എക്സാംസുകളുടെയും പോസ്റ്റുകളുടെയും ഒക്കെ കണ്ടന്റുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനും ഒരുപാട് വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ്.